സോ ഈ കാണുന്ന ജീപ്പിലാണ് ഞങ്ങൾ മാട്ടുപ്പെട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഉച്ച ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പ്. അത് കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നല്ലൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു വ്യൂ ആണ് ഈ കാണുന്നത്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചതിന് ഞങ്ങൾ ഹാഫാണ് മേടിച്ചത്. 120 രൂപ, ഫുള്ളിന് 150 രൂപ. ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഓക്കെ, പിടിച്ചിരുന്നോട്ടാ. Attitude guys. അപ്പൊ നല്ലൊരു കിടുക്കാച്ച ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അനന്തും ഇത് കണ്ടപ്പോ ഭയങ്കര പൂതിയവന് നല്ല ഫോട്ടോ എടുക്കുന്നു. അപ്പൊ കാണിച്ചാലോ അതൊക്കെ. നല്ല അടിപൊളി തേയിലത്തോട്ടവും നല്ല അടിപൊളി വൈബാണ് ഇപ്പൊ ചുറ്റിനുള്ളത്. ഇവിടെ ബൈക്കിന് വരാൻ പറ്റാത്ത റിഗ്രറ്റിലാണ് എല്ലാവരും. എന്തുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല? അതെ, വീട്ടുകാർ തന്നെ പറയണം. വീട്ടുകാർ തന്നെ പറയണം. വണ്ടി ഇടിച്ച് ചാവുന്നതാണ് പറഞ്ഞ വണ്ടിയാണ്. ചൊറിയുണ്ട്, ചൊറിയുമുണ്ട്. ഇവിടെ ഞങ്ങൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് തന്നെ പോയി കളഞ്ഞിട്ടാ വിഷമോയി. എനിക്ക് ഒരു ഷോർട്ട്സ് ഇടാൻ പറ്റില്ല കേട്ടാ, എല്ലാത്തിലും തന്തയ്ക്ക് നല്ല എല്ലാ വിളിയായിരിക്കും. ചക്കരേ ജിന്നിന് കിട്ടും, രണ്ടിനും കിട്ടും, ചോദിക്കും കിട്ടും. കുതിരനെ കണ്ടിട്ട് സ്തംഭിച്ചു നിൽക്കുന്ന കൂട്ടുകാർ. അമിത് റൈഡ് പോകണ്ട? റൈഡൊന്നുമില്ല, ചായ കുടിക്കാം. ചോരി ഒരു ഉമ്മ കൊടുത്തേ, ഒരു ചക്കര ഉമ്മ കൊടുക്കും. ചക്കര ഉമ്മ. മൂന്നാറേതോ കാട്ടിക്കൂടാണ് യാത്രകൾ. നോക്കടേ, ഈ കാടൊക്കെ കേറി ഇറങ്ങിയ
മൈക്കിൾ ജാക്സൺ കാട്ടിച്ചു കണ്ടടാ Guys, it's risky, guys. ഇതല്ലേ ഇതല്ലേ ഞങ്ങള് അതെ നമ്മളെങ്കി ഇങ്ങോട്ടാ പോണം ഇങ്ങോട്ടോ ഓടിക്കോ 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 We are exploring the വണ്ടി കയറി എടാ മോളി കയറാ ഒറ്റ മൈൻഡ് മുകളിലോട്ടാറാ എടാടാ ഓ കുമ്പി ഞാൻ മുകളിലോട്ടെ തേയിലത്തോട്ട് വേറെ കയറാന്ന് പറഞ്ഞു പറഞ്ഞാ പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കയറണം മുകളിലോട്ട് കയറിയാലോ ഞാൻ അങ്ങോട്ട് പോകണ്ടല്ലോ പിന്നെ അത്ര എത്താൻ പറ്റില്ലേ അനന്ത് ക്യാമറ Explore ചെയ്ത മൂത ഒരാളും സഞ്ചരിക്കാത്ത വഴി കൂടെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെയും കയറി അവനാ ടോപ്പിലെത്തി അതുലി അപ്പുറത്തെ സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ഈ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ നിങ്ങൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ സുഹൃത്തുക്കളെ 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 ഇതാണ് ഇതാണ് സ്വർഗം അവിടെ തോന്നുന്നു ഏറ്റവും മറ്റേ പാട്ടില് മനുഷ്യന്റെ ഞങ്ങൾ ഈ വഴി വന്നപ്പോ ഇവിടെ ആനപ്പിണ്ടങ്ങളൊക്കെ ഉണ്ട് ആന ഈ വഴി ഇറങ്ങിയിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം പടയപ്പയുടെ പിണ്ടം അല്ലെങ്കിൽ അരിക്കുമ്പൈ കണ്ടാ നിറച്ച് കിടക്കണ്ട് ഇവിടെ അപ്പൊ ഓക്കെ അവിടെ ഒരു പട്ടിക്കുട്ടി നല്ല പട്ടിക്കുട്ടി പാവാട കമ്പാലെ കട്ട്യാ
നിരവിളക്കിന് തിരിതെറുക്കണം നിറപ്പറയത് വേണം കുരവയിടാൻ കൂടുമുത്തോളും മുത്തമ്മേ ഇപ്പൊ ഒരു 6 മണി 6 ടൈം ആയിട്ടുണ്ട്. ഹെലികോപ്റ്റർ കിട്ടി എന്നിട്ട് ഡ്രോൺ പറത്തുന്ന ഹെലികോപ്റ്റർ പറത്തണോ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് മതി, ബാക്കിയെല്ലാം അടിപൊളി വ്യൂ. വണ്ടി ഇവിടെ ഉള്ളവരുടെയാണോ നല്ല നീട്ടുള്ളൊരു കാറില്ലേ സഞ്ചരിച്ച ജീപ്പ് എന്തോ അവിടെ കിടന്നിരുന്ന് ക്യാമറ ഷൂട്ട് എടുക്കുന്നുണ്ട്. ആ 12 സീറ്റ് ട്രാവലറിനെക്കാളും ബായ് മൂന്നാർ കടിച്ചോ. മൂന്നാർ വരാണെങ്കിൽ മസ്റ്റായിട്ട് കഴിക്കുന്നതാണ് അതായത് സ്വീറ്റ് കോൺ ആണ് ബേസിക്കലി തരാം. അതിൽ മുളകുപൊടി ഇങ്ങനെ പറ്റി വരും. അതാ നമ്മൾ കടിക്കുമ്പോൾ നമ്മുടെ ഈ അണ്ടർ ലിപ്പിൽ അത് നീറും, പിന്നെ ഇപ്പം ഉള്ളും ചൂടാണല്ലോ. ആ ഓയിൽ തീർത്തപ്പനെ കടിക്കുന്നത്. അപ്പം ഇങ്ങനെ കഴിച്ചെടുക്കാറുണ്ട്. റിവ്യൂ ചെയ്യും. സംഭവം നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ഭയങ്കര എരിവാണ്. പക്ഷെ ഭയങ്കര പെട്ടെന്ന് ഇതിന് കുറച്ചും കൂടി ആരോഗ്യം കഴിക്കണേ. അതാണ് എന്റെ ഒരു ചോയ്സ്. ചായ ചായ നല്ല ചോരുന്ന ഹൈ റേഞ്ചിൽ കൂടുന്നോറും ചായയുടെ സ്വാദ് കൂടും. സ്വാദ് ഓക്കെ. ചായയുടെ ചൂടാ അപ്പൊ എങ്ങനെ നാമ കാണിച്ചിട്ട് നാമ കൊള്ളി ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ രാത്രി കുറേ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നല്ലൊരു വൈബായിട്ടുള്ളൊരു സൺറൈസ് ആണുള്ളത്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. സോ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ ഇതിന് കാണാൻ പോകുന്നത്. വൈബാണ്, പക്ഷേ സൺറൈസ് ഇത്തിരി നേരത്തെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി എനിക്കിപ്പോൾ. പക്ഷെ കൊളുക്കുമലയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ട്രക്കിങ്ങിനൊക്കെ ഇനി എക്സ്ട്രാ ചാർജൊക്കെ ചെയ്യും. ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് വേണം കൊളുക്കുമലയിലൊക്കെ പോകാൻ. അതിൻ്റെ വ്ളോഗ് ഇനി അടുത്തൊരു സെക്ഷനായിട്ടൊക്കെ വരുന്നതാണ്. സോ ഇനി അടുത്ത ഞങ്ങളിപ്പോൾ ഇനി എന്താ പരിപാടി നമുക്ക് അതെന്ത് പരിപാടി ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. സോ അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്യണതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ എല്ലാവരും പോകും. അപ്പോൾ റൂമേ ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിട്ട് ഇറങ്ങിയാണ്. ബൈ ബൈ ദ ലൊക്കേഷൻ. ഞങ്ങൾ പോയിക്കോ വെക്കേറ്റ് ചെയ്യും. ഓക്കെ, ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഇതായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. അതിപ്പോൾ എയർ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. സോ ഇതിന് കയറിയില്ല. ഇവർ 1200 പറഞ്ഞത് പെർ ഹെഡ്. സോ അവർ ഡിസ്കൗണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ കാരണം ബഡ്ജറ്റ് ട്രിപ്പാണല്ലോ.
സോ അതിലേക്ക് കയറിയില്ല അങ്ങോട്ട്. എന്നിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ്, നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി തിരിച്ച് പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇത്ര നേരം എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു, പക്ഷേ ട്രൈപോഡ് ഉണ്ടായിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ഫസ്റ്റ് അവിടെ മൂന്നാർ ഡാമിൻ്റെ അങ്ങോട്ട് മലമ്പുഴി എന്തൊക്കെ ഈ പറയണേ, ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ നേരത്ത് ഇതൊന്നും കിട്ടിയൊന്നുമില്ല. ട്രൈപോഡ് എടുക്കാൻ വിട്ടുപോയി. എന്നെ കിടക്ക് മിസ്റ്റേക്ക് വെള്ളി വീഴുന്നുണ്ട്, കാരണം കുറേ നാളായത് വീഡിയോ എടുത്തിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. മറിയ നടക്കാണ്, നടന്ന് ഞങ്ങൾ ഇങ്ങനെ പയ്യെ പോവുകയാണ്. നോക്കി കാട്ട് തേനീച്ച കൂട്. അതെ, കാട്ട് തേനീച്ചല്ലേ, ജോയൽ ചെറിയ നന്നായിട്ട് അറിയാം. ഇവിടെ തന്നെ ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രമുണ്ട്, പക്ഷെ ഇവിടെ കയറാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണി ആയിട്ടുണ്ട്, ഇപ്പോഴും കഴിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവന്മാരൊക്കെ എന്നേക്കാൾ ലേറ്റായി. ഇവിടെ ഉണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിടും. കണ്ടോ ഗൈസ്, അമിത് കഴിക്കണ കണ്ടോ ഗൈസ്, കഴിക്കണ കണ്ടോ ഗൈസ്, ജിന്ന് കഴിക്കണ കണ്ടോ ഗൈസ്. തിരിച്ചു വന്ന വഴി ഒരു വഴി കണ്ടു. ഇതിന്റെ അപ്പുറം സ്ലോപ്പടി ഞാനൊന്ന് യൂണിക്കോണ്ട് 3 കണത്തിന് വെച്ചിട്ട് പോയേ. സോറി, വാ കോട്ടയം നമുക്ക് അവിടെ എന്താ നോക്കിയിട്ടും വരാം. വാ. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇതാണ്. നല്ല തണലൊക്കെ ഉണ്ടല്ലേ, നല്ല. പിന്നെ മൂന്നാറിൻ്റെതായിട്ടുള്ള ഒരു തണുപ്പുണ്ട്, ചെറിയൊരു ഉണ്ടോ, ചെറിയൊരു തണുപ്പുണ്ട്. വീടാണോ? ഇറ്റ്സ് എ ഹോം. സോ ഇറ്റ്സ് എ ഹോം ഗൈസ്. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള തിരിച്ചിറങ്ങിയേക്കാം. അങ്ങനെ അനന്തവും അമിതും പോയി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ജോലി ചെറിയാനും അതുലും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം, അടുത്ത ഗ്രൂപ്പിലൊക്കെ. ഓക്കെ, ബൈ.